ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരാൾ കയറി ഉടുപ്പിനകത്തേക്ക് കൈയിട്ടു എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് അവളുടെ സഹോദരൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, ഒരു വയോധികനെ സ്വന്തം മകൻ ചെന്ന് അവൻ്റെ അച്ഛനാണ് ആള് വിട പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് അവിടെ ഉള്ളൊരു മലയാളിയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ആ വ്യക്തി പറഞ്ഞു, ഇത് ആവശ്യമാണ്. ഈ അടി കിട്ടിയ അച്ഛന് ഇത് ആവശ്യം. അയാൾ പ്രായമായൊരു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ആ വീഡിയോ, ആവശ്യമാണെന്ന് പറഞ്ഞു, അടി കിട്ടേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, അതെന്താ ചേട്ടാ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. പിന്നെ അടുത്ത് പറഞ്ഞു, അപ്പോഴെനിക്ക് മനസ്സിലാവുന്നേ, അതായത് ഈ എല്ലാവർക്കും അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്ന് പറയുന്ന വാക്കിനും വാല്യൂ ഇല്ല, ചിലവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ചിലവർ പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ, അവർക്ക് അവരുടെ അച്ഛനും അമ്മയും കൊടുത്തിരിക്കുന്നത് എന്താണോ അതാണ് അവരുടെ വാല്യൂ. ഒരു പക്ഷേ അതൊന്നും കിട്ടാത്തൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അച്ഛനമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനും വലിയ വാല്യൂ ആയിരിക്കും സൗഹൃദം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായിട്ടാണ് ഈ പറയുന്ന വേർഡിൻ്റെ അർത്ഥം, മീനിങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് പല തന്തമാരും ഇങ്ങനെയുണ്ട്, മക്കളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന, ഭാര്യമാരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന, ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ എടുത്ത് ചവിട്ടിക്കൂട്ടി അടിവയറ്റിന് ചവിട്ടിക്കൂട്ടുന്ന അപ്പന്മാരുള്ള കാലഘട്ടം. അപ്പോൾ ഈ മക്കളുടെ മനസ്സിൽ ഇതൊരു വലിയൊരു ശത്രുതയായിട്ടിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വീട്ടിലെ ശത്രു എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, ചേട്ടന്മാരാവാം, ചേച്ചിമാരാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വീട്ടിൽ ജീവിക്കുന്ന അച്ഛൻ്റെയോ സഹോദരങ്ങളോ ആരെങ്കിലും ആവാം. ഇവരോടുള്ള ശത്രുത എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായിരിക്കും. അതായത് ലോകത്ത് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഇവരോട് ഇങ്ങനെ ശത്രുത മനോഭാവം ഇങ്ങനെ വെച്ച് കുഞ്ഞു ചെറുപ്പത്തിലേ ഈ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ മുതലേ ഇതിങ്ങനെ വളർത്തി ഇവർ പ്രായമായി കഴിയുമ്പോഴേ ഈ ആൺമക്കളോ പെൺമക്കളോ ഈ സാധനം തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളുമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പ്രായമായ മാതാപിതാക്കളെ ഉപദ്രവിച്ചു, തല്ലി, ചവിട്ടി, കുത്തി. ഇവരുടെ നല്ല പ്രായത്തിൽ ഇതിനെ ഇരട്ടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റുകാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ എടുത്ത് അടിക്കുകയോ, അതായത് ശാരീരികമായി വേദന കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മളെ അനുസരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ പണ്ട് അടിമത്തമുള്ള കാലഘട്ടത്തിലാണ് ഈ സാധനമുള്ളൂ. അടിമകൾക്ക് പുറത്തു പോകാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി അനുസരിക്കുക, അതായത് എൻ്റെ ശരീരം വേദനിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ യജമാൻ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കുക എന്ന് പറയുന്നൊരു മെത്തേഡാണ് നമ്മുടെ പേരൻസ് എന്നല്ല, ഒരു 10-15 വർഷം മുന്നേ വരെ പല പേരൻസും, ഒരു 60-70% പേരൻസും ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇതാണ്. ക്രൂരമായി ഉപദ്രവിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക. ഒരു ആൺകുട്ടികൾക്ക് പിന്നെ പ്രശ്നമില്ല, പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് വലിച്ച് അഴച്ചിട്ട് ചവിട്ടി കൂട്ടുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയോ, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി? പിന്നെ സ്വാഭാവികമായിട്ടും കേട്ടിട്ടുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പോലും അടുത്തറിയാവുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്നത് പോലെ തന്നെ ആ പെൺകുട്ടി ഏകദേശം ഒരു 5ാം ക്ലാസ് ആയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിട്ട് പറയുക, ഇതുപോലെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരാൾ കയറി ഉടുപ്പിനകത്തേക്ക് കൈയിട്ടു എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് അവളുടെ സഹോദരൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, നീ അതിനു വേണ്ടി നിന്നു കൊടുത്തിട്ടായിരിക്കും, നിനക്കെങ്ങനെ മനസ്സിലായി അയാൾ മോശപരമായിട്ടാണ് നിൻ്റെ അടുത്ത് സമീപിച്ചത്, നിനക്കെങ്ങനെ മനസ്സിലായി ഇവളാൾ ശരിയല്ല എന്നുള്ളൊരു മറുപടി സ്വന്തം സഹോദരൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പം വളരെ എന്താ പറയുക, ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടെല്ലാം തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ. പിന്നെ ഈ പറയുന്ന പേരൻസിനും അധികം ഇടപെടാനും വയ്യ. പിന്നെ ഇതങ്ങ് എന്താ പറയുക, അങ്ങ് നോർമലൈസ് ചെയ്യപ്പെട്ടു. കാരണം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ആശ്വാസവാക്കാണെങ്കിലും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ തന്നെയാണ്, ഇതാണ് എൻ്റെ ഫാമിലി സിറ്റുവേഷൻ, അക്സെപ്റ്റ് ചെയ്ത് ഈ പെൺകുട്ടി അങ്ങ് പോവുക. പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പെന്ന് റോജിൻ പറഞ്ഞില്ലേ, പക്ഷെ അതിനും മുമ്പേ ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്കൊക്കെ കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. കുറഞ്ഞിട്ടുണ്ട്, 15 വർഷം മുന്നേ ഭയങ്കര കൂടുതലായിരുന്നു. അതെ, പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ അമ്മയൊക്കെ ചെറുപ്പത്തിലെ, ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ മരിച്ചു പോയതാ, അമ്മയുടെ അമ്മയൊക്കെ ഭയങ്കര എന്തോ പറയുന്നത്, എന്തോ ഈ പറയുന്ന പോലെ അടിമത്വം, യജമാനൻ, ആ ഒരു രീതിയിലായിരുന്നു ഇവരെ ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. അത് കഴിഞ്ഞ് അമ്മ പിന്നെ ഞങ്ങളുടെ ജനറേഷനിലേക്ക് വരിക. അതായത് പിന്നെ അമ്മയ്ക്ക് കുഞ്ഞുണ്ടാവുന്നു. അപ്പം അമ്മ അത്രയൊന്നും കാണിച്ചില്ലേ പോലും ഇത്തിരി എന്താ പറയുക ദേഷ്യവും കാര്യമൊക്കെ ഞങ്ങൾ എടുത്ത് കാണിക്കുക. അമ്മയെ സംബന്ധിച്ച് എന്താ, അത് നോർമലാണ്.
അമ്മയ്ക്ക് അതിലേം വലിയ കാര്യങ്ങൾ നശിച്ചു പോകുന്നുള്ള ചിന്തയാണ്. അതെ, രക്ഷപ്പെട്ടു. മിനിമം മറ്റുള്ളവരെങ്കിലും കാണണം, അതായത് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വേണമല്ലോ വളർത്തിയ, ഞാൻ കയറൂരി വിട്ടേക്കല്ല എന്നൊരു പൊതുബോധം ബന്ധുക്കാർക്കും, പ്രത്യേകിച്ച് ബന്ധുക്കാർക്കും നാട്ടുകാർക്കും കൊടുക്കണം എന്നുള്ളൊരു സാധനം നിർബന്ധം. പിന്നെ മാത്രമല്ല, എന്നിട്ടൊരു ഡയലോഗ് ഉണ്ടാവും, ഇതിലും വലുതാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതെ, ഇതിലും മോശമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അന്ന് ഞങ്ങളെ അങ്ങനെ തല്ലി വളർത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയേക്കുന്നതെന്ന്. ഈ നിലയെന്ന് പറഞ്ഞാൽ എന്താ, ഈ പിള്ളേരെ ഈ രീതി കൂട്ടിയിട്ട് അടച്ച് വളർത്തി. പക്ഷെ അവര് അറിയുന്നില്ല, ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടുന്ന ഈ മാനസിക ബുദ്ധിമുട്ടും അവര് തരുന്ന കാര്യങ്ങളും നമ്മളെ ഒരു വ്യക്തിയായിട്ട് രൂപീകരിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അവർ സത്യം പറഞ്ഞവർ അറിയുന്നില്ല. നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഒരു കാര്യം പുറത്തു പറയാൻ വേണ്ടി ഏറ്റവും നല്ല കള്ളന്മാര് രൂപപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്, അല്ലേ? അതെ, പുരുഷ വിരോധത, ഇതെല്ലാം ക്രിയേറ്റ് ആവുന്നത്, അതായത് മോഷണം, ഇതെല്ലാം ക്രിയേറ്റ് ആവുന്ന സ്വന്തം വീട്ടിൽ നിന്ന്. ഒരു അച്ഛനമ്മ ഇത് അംഗീകരിക്കില്ലല്ലോ, സമ്മതിച്ചു തരില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം പ്രായമായവരെ തല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും, എന്ത് മോളാണ് സ്വന്തം അച്ഛനെ ഉപദ്രവിക്കുന്നു, അമ്മേനെ ഉപദ്രവിക്കുന്നു, ഇപ്പം മരുമകൾ അമ്മായിമ്മേനെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് നേരെ മറിച്ച് സംഭവിക്കുന്ന എത്ര വീടുകളുണ്ടെന്നറിയോ? ഈ ഭൂരിഭാഗം ഒരു നാട്ടിൻപുറത്തുള്ള എല്ലാ വീടുകളിലും മെയിനായിട്ട് ഈ അമ്മായിമ്മ പോരെന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അമ്മായിച്ചമ്പോര്. വെള്ളടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പല അമ്മായിച്ചന്മാരും പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വന്തം ഭാര്യയോടല്ല, മകൻ്റെ ഭാര്യയോടായിരിക്കും. ഒന്നെങ്കിൽ ആ മകൻ ഗൾഫിലോ വേറെ എവിടെയെങ്കിലും ഏൽപ്പിച്ച് കൊടുത്തേക്കായിരിക്കും. അതായത് അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നം കൂടി ഉണ്ട്, ഓൾറെഡി ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കായിരിക്കും. അതായത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അവള് പറയുന്നതല്ല കേട്ടോ, ഈ പെൺകുട്ടി എന്തെങ്കിലും സങ്കടം വിളിച്ച് പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. അത് അവിടെയും തീരില്ല. ഇപ്പൊ വെള്ളം അടിച്ചു, ഒരു ദിവസം ചിലപ്പോൾ അവരുടെ ഉറക്കം പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നടന്നെന്നിരിക്കും. എന്നിട്ട് ഇതൊന്ന് കംപ്ലൈൻറ്റ് ചെയ്തെന്ന് വെക്കി, സ്റ്റേഷനിൽ നിന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? 60 വയസ്സ് കഴിഞ്ഞോ, മദ്യപിച്ചിട്ടുണ്ടോ, നമുക്കൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നേരെ മറിച്ച് ഈ പെൺകുട്ടി ആ പുള്ളിയെ എന്തെങ്കിലും പറഞ്ഞോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, പ്രായത്തിൽ മുതിർന്നവർ ഉപദ്രവിച്ചു, ഇത് പറഞ്ഞിട്ട് നേരെ മറിച്ച് ഇവക്ക് പണി കിട്ടും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ശരിയായിരിക്കും ആ ഒരു വ്യക്തി, ആ ഒരു പ്രായമായ ഒരാൾ നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നതല്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള സാധനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കൊടുത്തിരിക്കുന്ന ഇമോഷണൽ ട്രോമയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ ആ ഇൻസൾട്ട് അതിന് വേദനിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ മുന്നിൽ പട്ടീനെ പോലെ കാണുക, അല്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു പെരുമാറ്റം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയും, ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടാവും അപ്പുറത്തും ഇപ്പുറത്തും, ഇവരുടെ ആയിരിക്കും ഈക്വലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു പുരുഷൻ മാത്രമായിരിക്കില്ല ഇതിന് കാരണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ആണുങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറിവിളി, ഒരു അടി, അല്ലെങ്കിൽ എന്ത് തെറി വിളിച്ചാലും, ഇപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അമ്മയ്ക്ക് വിളിക്കുന്നത് മാത്രമേ അവർക്കൊരു ഇൻസൾട്ട് ആവുള്ളൂ. ബാക്കി എന്ത് വിളിച്ചാലും അവർ ആ മൈൻഡ് കൂടെ എടുക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ വയതൊക്കെ നമ്മൾ കേട്ടു വന്നിരിക്കുന്നത്, അമ്മയ്ക്ക് വിളി മാത്രം സമ്മതിക്കില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ പെൺകുട്ടിയെ ഒരു പക്ഷേ വളരെ പഞ്ചഭാവമായിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറുന്ന പെൺകുട്ടികൾ ഒരു 2-3 വർഷത്തിന് ശേഷം വേറൊരു വ്യക്തിയായിട്ട് അങ്ങ് മാറുക. കാരണം അവർക്ക് അറിയാം നിലനിൽക്കാൻ പറ്റൂല. കാരണം ചെന്ന് കയറുന്ന വീട് അതുപോലെ ഇരിക്കും. ഞാൻ പറയട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്നേഹവും വളരെ അറ്റാച്ച്ഡുള്ള ഒരു വീടാണെങ്കിൽ ആ പെൺകുട്ടികൾ അങ്ങനെ പെരുമാറില്ല. ഇപ്പം ചിലപ്പോൾ സ്വന്തം വീട്ടിലെ സാഹചര്യം മോശമായിരുന്നെങ്കിൽ കൂടി വന്നു കയറുന്ന വീട്ടിലെ സാഹചര്യം നമുക്ക് പറ്റിയതാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാറും. അങ്ങനെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. പിന്നെന്ന് പറയുന്നത്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടും. അത് പറയാൻ പറ്റില്ല, എന്ത് കൊടുക്കുന്നു തിരിച്ചു. കാരണം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കല്യാണം കഴിച്ച് പറഞ്ഞത് ശരിയാണ്. ഏതൊരു പെൺകുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിടുന്ന വലിയൊരു ലൈഫ് ചേഞ്ചാണ്, അല്ലേ? കല്യാണത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വന്തം വീട്ടിൽ കുറച്ചെങ്കിലും ഒക്കെ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. ആ സമയം അന്യ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കംപ്ലീറ്റ് ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആകുക. നിർത്തണം, നിലയ്ക്ക് നിർത്തണം. ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞെടുക്കുന്ന സാധനം നിലയ്ക്ക് നിർത്തണം. നീ ഒരാണല്ലേ എന്നൊരു ചോദ്യം, അതിനകത്തിൽ ആൺപിള്ളേർ വീഴും. ശരിയാ, എന്നെ മറ്റേ ഏതൊരു ഫിലിമിൽ പറയുന്ന പോലെ ആണിന് കീഴ്പ്പെട്ട് വേണം ജീവിക്കാൻ എന്നുള്ളൊരു സാധനം. പക്ഷെ അതിനേക്കാൾ ഉപരി പെണ്ണ് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറൊരു ഫാമിലി, അതായത്
ചെറുപ്പം മുതലേ വളർന്നു വരുമ്പോൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഈ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാമെന്നുള്ളൊരു ഈ രീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് മറ്റേ ഡിഗ്രി എടുത്ത പോലെ അവൾ അതിലൂടെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത വീട്ടിലോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഏതൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്ന ആളാണെന്നറിയില്ല. അച്ഛൻ, അമ്മ, ഈ പറയുന്ന ഹസ്ബൻഡ്, അവരുടെ സഹോദരങ്ങൾ, ഈ 4 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇവരുടെ അടുത്ത് ഇതുവരെ കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും പെൺകുട്ടി പോയി പെരുമാറുന്നത്. ഇഷ്ടപ്പെടത്തില്ല, ഇവളുടെ രീതികൾ മാറണം, ഇവളുടെ ഇതുകളെല്ലാം മാറണം. ശരിയാണ്, പോസിറ്റീവായിട്ടും ചിന്തിക്കുക. അതായത് ഓക്കെ, അത്ര വലിയ ചിട്ടയിലൊന്നും അല്ലാതെ പോകുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ മോളെ പോലെ കണ്ട ആ ചിട്ടകൾ മാറ്റിയെടുക്കുന്ന ഫാമിലി ഉണ്ട്, ഇല്ലെന്നൊന്നും പറയരുത് കേട്ടോ. കാരണം അതുണ്ട്, നമുക്ക് അനുഭവമുണ്ട്. പക്ഷേ അല്ലാത്തൊരു വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഈ പെൺകൊച്ചിന് വലിയൊരു ട്രോമ അടുത്തത് കൊടുക്കുക. വീട്ടിൽ നിന്നേ സമാധാനം കിട്ടിയില്ല, ഒരു ഇത്തിരിയെങ്കിലും സ്നേഹവും സന്തോഷവും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അവിടുന്നും ഇതേ കാര്യം തന്നെ. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാത്രം നമുക്ക് എന്താ പറയുക, കുറ്റം പറയാനും പറ്റത്തില്ല. ഈ പറയുന്ന പോലെ നമ്മുടെ അച്ഛനും അമ്മമാരെയും പോലെ ഇവരും കുറേ കാര്യങ്ങളിലൂടെ കടന്നാണ് വന്നേക്കുന്നത്. എൻ്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ പോലും ഒരു മരുമോൾ പേര് ഒരു എന്താ പറയുക, മരുമോൾ പോര് നേരിട്ടിട്ടുണ്ടാവും അവരുടെ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്ന്. അത് വെച്ചിട്ടായിരിക്കും എന്നെ കമ്പയർ ചെയ്യുന്നത്. അവരും പറയുന്നത് ഈ സെയിം ആയിരിക്കും, എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നീ ഇവിടെ ഇത്തിരി നിനക്ക് എന്ത് സുഖം ഈ വീട്ടിലെന്നായിരിക്കും ചിന്തിക്കുക. അതായത് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ജനറേഷനുകളായിട്ട് ഈ ഒരു ട്രോമ ഇങ്ങനെ കൈമാറി വരിക.